പുറപ്പാട് 26-ാം അധ്യായം. പറക്കുമോ തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂല്, നീലനൂല്, ധ്രുവനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മുടിശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപണിയായ കുരുമ്പുകളുള്ള വായായവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്കും 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്കും 4 മുഴം വീതിയും. ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവായിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം, മറ്റ്5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ ഇണച്ചുണ്ടാക്കി 1-ാമത്തെ വീടറ്റത്തുള്ള മുടിശീലയുടെ വിളുമ്പിൽ നീല നൂല് കൊണ്ടൊരു കണ്ണി ഉണ്ടാക്കണം. 2-ാമത്തെ വീരുടെ പുറത്ത് മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാകണം. 2-ാമത്തെ വീതിയിലുള്ള മൂടുശീലയിലും വിളുമ്പിലും 50 കണ്ണി ഉണ്ടാകണം. കണ്ണി നേർക്കുനേരെയായിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കണം. തിരുനിവാസത്തിന്മേൽ മൂടി വിരിയായി കോലാട്ടു രോമം കൊണ്ട് മുടിശീല ഉണ്ടാക്കണം. 11 മുടിശീല വേണം. ഓരോ മുടിശീലയ്ക്കും 30 മുഴം നീളവും ഓരോ മുടിശീലയ്ക്കും 4 മുഴം വീതിയും. ഇങ്ങനെ മൂടുശീല 11 ഒരു അളവായിരിക്കണം. 5 മൂടുശീല ഒന്നായി 6 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിന്റെ മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കി 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വിരിയിലെ മുടിശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാകണം. താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്തും കണ്ണിയിലിട്ട് കൂടാരം ഒന്നായി തക്കവണ്ണം ഇണച്ച് കൊള്ളണം. മൂടുവിരിയുടെ മുടിശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മുടിശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്തൊരു മൂഴം അപ്പുറത്തൊരു മൂഴം. ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന്റെ 2 പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ കൊണ്ട് മൂടി വിരിക്ക് ഒരു പുറംമൂടിയും അതിന്റെ മീതെ തകാശു തോല് കൊണ്ട് ഒരു പുറംമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് ഗതിരമരം കൊണ്ട് നിവിര നിൽക്കുന്ന പലകകളും ഉണ്ടാകണം. ഓല പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്കും ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ പലകകൾ ഉണ്ടാകണം. തെക്കുവശത്ത് 20 പലക, 20 പലകയ്ക്ക് താഴെ വെള്ളി കൊണ്ട് 40 ചുവട്, ഒരു പലകയ്ക്ക് അടിയിൽ 2 കുടുമയ്ക്കും 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും. ഇങ്ങനെ 20 പലകയുടെയും അടിയിൽ വെള്ളിക്കൊണ്ട് 40 ചുവട് ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചുവടും മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്. ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാകണം. തിരുനിവാസത്തിന്റെ 2 വശത്തുമുള്ള ഈ 2 പലക ഉണ്ടാകണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. 2-നും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവിടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്. ഇങ്ങനെ 11 വെള്ളിച്ചുവടും വേണം. ഗതിരമരം കൊണ്ട് അത്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ ഒരു ഭാഗത്ത് പലകയ്ക്ക് 5 അത്താഴം, തിരുനിവാസത്തിന്റെ മറുഭാഗത്ത് പലകയ്ക്ക് 5 അത്താഴം. തിരുനിവാസത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പിൻവശത്ത് പലകയ്ക്ക് 5 അത്താഴം. നടുവിലത്തെ അത്താഴം പലകയുടെ നടുവിൽ നിന്ന് അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയുകയും അത്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം. അത്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തിക്കണം. നീലനൂല്, ധ്രുവനൂല്, ചുവപ്പ് നൂല്, പിരിച്ച മഞ്ഞനൂല് എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കുരുമ്പുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളിക്കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഗതിരസ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപെട്ടകം തിരശ്ശീലയ്ക്കൊത്ത് കൊണ്ടുചെന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലം
അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലം സാക്ഷ്യപെട്ടകത്തിന്മീതെ കൃപാസനം വെക്കണം. തിരശ്ശീലയുടെ പുറമെ മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം. മേശ വടക്കുഭാഗത്ത് വെക്കണം. നീലനൂല്, ബ്രഹ്മനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞുനൂല് എന്നിവ കൊണ്ട് ചിത്രതയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാകണം. മറശ്ശീലയ്ക്ക് ഗദിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർക്കും.